കേന്ദ്രഭരണം തുലയട്ടെ, മോഡി ഭരണം തുലയട്ടെ. ജാതി പറഞ്ഞും മതം പറഞ്ഞും തൊഴിലാളികളെ മുതലാളികളെ നേടിയെടുത്ത തൊഴിലാളികളുടെ അവകാശങ്ങൾ അദാനിക്കും അംബാനിക്കും എല്ലാം വിട്ടുതുലച്ച് മണ്ണും വിട്ടുതുലച്ച് ഭാരത മണ്ണിനെ തീരരുതേ. കേന്ദ്ര ഗവൺമെന്റ് വിൽക്കുന്നേ, അതിനെതിരായി പോരാടാൻ തൊഴിലാളികളെ പടയാളികളെ ഒന്നിച്ചൊന്നായി മുന്നേറൂ. ഇന്നേ ദിവസം നടക്കുന്ന സമരത്തിൽ ഇന്ന് ദേശീയ പണിമുടക്കിന് അതിനുശേഷം നമ്മുടെ രാജ്യത്തിനും ലോകം മുഴുവൻ സ്വദേശികളും വിദേശികളുമായ വൻകിട കോർപ്പറേറ്റുകൾക്ക് അടിയറ വെക്കുന്ന അത്യന്തം ആപൽക്കരമായ നിലപാടുകൾക്കെതിരെയാണ് കെട്ടഴിച്ചു വിടുന്ന പ്രത്യേകത എന്ന് പറയുന്നത്. BFS ഒഴികെ വേണ്ടിയുള്ള നിരന്തരമായ പോരാട്ടത്തിലും പ്രചരണത്തിലുമായിരുന്നു എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാന. തൊഴിലാളികളുടെ ആവശ്യം മൗലികമാണ്. തൊഴിലാളി നടത്തിയിട്ടുള്ള സമരങ്ങളുടെ ഭാഗം നേടിയെടുത്ത അവകാശങ്ങൾ അത് പലതും കവർന്നെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന പൊതുവായ വിഷയങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓഹരിയിട്ടിരിക്കൽ, തൊഴിലാളികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പാർലമെന്റും നിയമസഭകളും പാസ്സായ നിയമങ്ങൾ പരിഷ്കരിക്കാനുള്ള തീരുമാനങ്ങൾ, പെട്രോളിന് ഡീസലിന് വില വർദ്ധിപ്പിച്ചുകൊണ്ട് വിലക്കയറ്റം വർദ്ധിപ്പിക്കുന്ന നയങ്ങൾ, എല്ലായിടങ്ങളെയും വർഗീയവൽക്കരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ പരിശ്രമങ്ങൾ, തൊഴിലാളി സംഘടനകൾ അവരുടെ രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ 45 ദിവസത്തിനും കൊടുക്കാൻ തയ്യാറാവുന്നില്ല രാജ്യത്തെ പല സംസ്ഥാനങ്ങളും. ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളെയും ബഹുജനങ്ങളെയും ബാധിക്കുന്ന 17 ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ സമരം സംഘടിപ്പിക്കുന്നത്.